അശ്ലീല മെസ്സേജും ഫോൺ വിളിയും ശല്യം സഹിക്കവയ്യാതെ പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ പരാതിയുമായി ലേഡി ഡോൺ. ആരോടാണ് എപ്പോഴാണ് പ്രണയം തോന്നുക എന്നൊന്നും പറയുക പ്രയാസമാണ്. അത്തരമൊരു സംഭവത്തിലേക്കാണ് രാവിലെയും രാത്രിയും ഫോൺ വിളി, അശ്ലീല സന്ദേശം. ഒടുവിൽ ഗതികെട്ടാണ് ഒരു പോലീസുകാരനെതിരെ ഗുണ്ടാ നേതാവായിട്ടുള്ള ആ സ്ത്രീ പരാതിയുമായി എത്തിയത്. ബംഗളൂരുവിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിട്ടുള്ള യശസ്വിനി ഗൌഡ എന്ന 47-കാരിയാണ് പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള പാപ്പണ്ണയ്ക്കെതിരെ ബംഗളൂരു കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയത്. ബംഗളൂരുവിൽ ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന ക്രിമിനലാണ് ഈ യശസ്വിനി ഗൌഡ. പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള പാപ്പണ്ണ നിരന്തരം ഫോണിൽ സന്ദേശമയച്ച് ശല്യപ്പെടുത്തുകയാണെന്നാണ് ഇവർ കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതി. മാത്രമല്ല, അശ്ലീല ചുവയുള്ള സന്ദേശങ്ങളും പതിവാണെന്ന് ഈ പരാതിയിൽ പറയുന്നു. ഇതിനു പുറമെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടെന്നും വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് നിരന്തരം പറയുമെന്നും ആ പരാതിയിലുണ്ട്. യശസ്വിനിയുടെ പരാതിയിൽ ജയനഗർ ACP പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് പോലീസിന് മുന്നിൽ, കമ്മീഷണർക്ക് മുന്നിൽ അവർ പരാതി നൽകിയെന്ന് അവർ തന്നെ പറയും. ಕೋಣಗುಂಟೆ ಇನ್ಸ್ಪೆಕ್ಟರ್ ಪಾಪಣ್ಣ ಅವ್ರ ಮೇಲೆ ಕಂಪ್ಲೇಂಟ್ ಕೊಡೋಕ್ಕೆ ನನಗೆ ತುಂಬ ಟೋಟಲಿ ಹರಾಸ್ ಮಾಡ್ತಿದ್ದಾರೆ. ಕೆಟ್ಟ ಮೆಸೇಜ್ ಕಳಿಸೋದು, ಐ ಲವ್ ಯು, ಯು ಆರ್ ವೆರಿ ಸೆಕ್ಸಿ, ಇನ್ನೂ ಕೆಟ್ಟದಾಗಿದೆ. ಆ ಮೆಸೇಜಸ್ ಎಲ್ಲ ನಿಮ್ಗೆ ಫಾರ್ವರ್ಡ್ ಮಾಡಿದ್ದಾರೆ ನಮ್ಮ ಅಡ್ವೊಕೇಟ್ ಅವರು. ಪ್ರತಿನಿತ್ಯ ಡೈಲಿ ಬೆಳಿಗ್ಗೆ ಫೋನ್ ಮಾಡ್ತಾರೆ, ಸಾಯಂಕಾಲ ಫೋನ್ ಮಾಡ್ತಾರೆ, ಮೆಸೇಜ್ ಮಾಡ್ತಾರೆ. ಯಾಕೆ ವಾಪಸ್ ನೀನು ಮಾಡಲ್ಲ, ಯಾಕೆ ಮಾತಾಡ್ತಿಲ್ಲ ನನ್ನ ಹತ್ರ, ನಿಮ್ಮ ಮನೆಗೆ ಬರಬೇಕು ಅಂತಾರೆ. ಏನು ಅರ್ಥ ಸರ್? ನಾನು ಇನ್ಸ್ಪೆಕ್ಟ್ರು ಅಂದರೆ ಏನಕ್ಕೆ ನನ್ನ ಇನ್ಸ್ಪೆಕ್ಟ್ರು ಅಂತೀಯಾ, ನಾನು ನಿನ್ನ ಕ್ಲೋಸ್ ಫ್ರೆಂಡು ಅಂತಾರೆ. ಈಗ ನನ್ನ ಮೇಲೆ ರೌಡಿ ಶೀಟ್ ಮಾಡಿದ್ದಾರೆ. ರೌಡಿ ಶೀಟ್ ಮಾಡಿದ್ಮೇಲೆ ಇನ್ಸ್ಪೆಕ್ಟ್ರು ನನ್ನ ಹತ್ರ ಕ್ಲೋಸ್ ಫ್ರೆಂಡ್ ಹೆಂಗಾಗ್ತಾರೆ ಸರ್? ಕಂಪ್ಲೇಂಟ್ ಕೊಡೋಣ ಅಂತ DCP ಆಫೀಸ್ಗೆ ಹೋದ್ರೆ ನನಗೆ ಏನಂತ ಥ್ರೆಟ್ ಕೊಟ್ಟರು, ಇನ್ನೇನಾದ್ರು ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟರೆ ನಿನ್ನ ಮಕ್ಕಳನ್ನ ಮರ್ಡರ್ ಮಾಡಿಸ್ತೀನಿ ಅಂತ ಅಂದರು ಇನ್ಸ್ಪೆಕ್ಟ್ರು. ನಾನು ಅದನ್ನಲ್ಲೇ ಬಾಯಿ ಮುಚ್ಚಿದೆ, ಯಾಕೆಂದರೆ ನನ್ನ ಮಕ್ಕಳೇ ನನ್ನ ಜೀವನ. ಅಲ್ಲಿಗೆ ನಿಲ್ಲಿಸಿದೆ ಸರ್. ತಿರ್ಗಾ ಇವಾಗ ಕೋಣಗುಂಟೆಗೆ ಬಂದಿದ್ದಾರೆ. ಡೈಲಿ ಫೋನು, ನಿಮ್ಮ ಮನೆಗೆ ಬರ್ತೀನಿ, ಏನು ಸರ್? ಒಂದು 3 ಮಂತ್ಸಿಂದ ಫೋನ್ ಕಂಟಿನ್ಯೂಸ್ ಆಗಿ ಮಾಡ್ತಾನೆ ಇದ್ದಾರೆ, ಮೆಸೇಜ್ ಮಾಡ್ತಾನೆ ಇದ್ದಾರೆ. ഇൻസ്പെക്ടറായിട്ടുള്ള പാപ്പണ്ണ പാപ്പു എന്ന് വിളിക്കണം തന്നെ എന്നാണ് അവരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് യശസ്വിനി പറയുന്നത്. രാത്രിയിലുള്ള ഈ ഫോൺ സംഭാഷണങ്ങൾ യശസ്വിനി പുറത്തുവിട്ടു. ആ ഫോൺ സംഭാഷണങ്ങളിൽ യശു എന്നാണ് ഈ പോലീസ് ഇൻസ്പെക്ടർ ആ വനിതാ ഗുണ്ടയെ വിളിക്കുന്നത്. ಒಂದ್ ಮುತ್ತು ಕೊಡ್ಬೇಕು ಅನ್ಸುತ್ತೆ. ಈಗ ಒಂದ್ ಮುತ್ತು ಕೊಡ್ಬೇಕು ಅನ್ಸುತ್ತೆ ಯಶುಗೆ. ಯಾಕೆ ಬೇಡವಾ? ನಿಮ್ ಮೆಸೇಜ್ ಎಲ್ಲ ಮರ್ತೋಗಿದ್ದೀರಾ? ಏನಂತ ಮೆಸೇಜು ಏನಂತ ಹೇಳು. ನೀವು ಕಳ್ಸಿದ ಮೆಸೇಜ್ ಎಲ್ಲ ಮರ್ತೋಗಿದ್ದೀರಾ? ಏಕೆ ಕೇಳಿದೆ. ಏನ್ ಮೆಸೇಜ್ ಹೇಳು? ನೀವು ಕಳಿಸ್ತಿದ್ದ ಮೆಸೇಜು. ഈ മെസ്സേജുകളുടെ കാര്യം പറയുമ്പോൾ അതും വളരെ രസകരമാണ്. ഐ ലവ് യു എന്ന് നിരന്തരം മെസ്സേജ് അയക്കും. ഇതിനോടൊപ്പം തന്നെ അശ്ലീല ചെവിയോടുകൂടി സന്ദേശങ്ങൾ അയച്ചു എന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഇൻസ്പെക്ടർ അയച്ച വിവിധ ചാറ്റുകൾ, വാട്സപ്പിൽ അയച്ച ചാറ്റുകളും ഇവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതും കാണാം. ഈ ഇൻസ്പെക്ടർ പാപ്പണ്ണ തനിക്കെതിരെ നേരത്തെ ചില വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്തതായും യശസ്വിനി ഗൌഡ ആരോപിക്കുന്നുണ്ട്.
ഇൻസ്പെക്ടർക്കെതിരെ നേരത്തെ പലവട്ടം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ലേഡി റൗഡി ഗുണ്ടയായിട്ടുള്ള യശസ്വിനി പറയുന്നത്. ലേഡി ഡോൺ ആയി സ്വയം അവതരിപ്പിക്കുന്ന അശ്വിനിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കും ഒരുപാട് റീച്ചുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ്. അവരുടെ റീലുകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കാണാം. നമുക്ക് ചില ദൃശ്യങ്ങൾ കാണാം അവരുടെ റീലുകൾ. ഇതാണെങ്കിലും ബംഗളൂരുവിലെ പ്രസിദ്ധ ക്രിമിനലാണ് ഈ യശസ്വിനി ഗൗഡ എന്നുള്ളതിൽ സംശയമില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലാണ് യശസ്വിനി ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാവുന്നത്. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഗുണ്ട ആക്ടും യശസ്വിനിക്കെതിരെ ചുമത്തിയിരുന്നു. എന്താണെങ്കിലും ഈ പോലീസ് ഇൻസ്പെക്ടർക്ക് ആ ലേഡി റൗഡിയോട്, ആ ഗുണ്ട നേതാവിനോട് തോന്നിയ പ്രണയം എന്താണെങ്കിലും അല്പം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗളൂരുവിലെ പോലീസിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.